ഹൈക്കോടതിയും എന്റെ ശിക്ഷ ശരിവെക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഞങ്ങളും അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങക്ക് വേണ്ടപ്പെട്ട ഒരാൾ ആത്മാർത്ഥമായി സഹായിച്ചുകൊണ്ടാണ് സമർത്ഥരായ വക്കീലന്മാരെ കിട്ടിയതും കേസ് നമ്മൾ ജയിച്ചതും. എല്ലാം ഞാൻ അറിഞ്ഞു. എന്നാ നമുക്ക് പോവാം സർ. വരൂ. നാളെ വോട്ടിറക്കണം തീരുമാനിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അവധി തന്ന എന്തിനാണെന്ന് അറിയാമോ? കേസ് ജയിച്ചതിന്റെ സന്തോഷം. അല്ലടാ, എന്നെ ശിക്ഷിച്ചവരുടെ പകരം വീട്ടാൻ. എത്ര പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും എനിക്കെതിരെ വിധി എഴുതിയവനാണ് ജസ്റ്റിസ് ദേവരാജൻ. നാളെ ഞാൻ അവന് വിധി എഴുതുന്ന ദിവസമാണ്. നീ ഒരു കാര്യം ചെയ്യ്, മാർക്കറ്റിൽ പോയി ആ ലാസറിനെ എന്നെ ഒന്ന് കാണാൻ പറ. പൊയ്ക്കോ. ജസ്റ്റിസ് ദേവരാജൻ ടു ഹാവ് എവരിതിങ്. ജഡ്ജിമാൻ എങ്ങോട്ടാ? വീട്ടിലേക്ക്. താൻ വലിയ ജഡ്ജിയല്ലേ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങണോ? താൻ ഇറങ്ങുന്നു അതോ ഞാൻ പിടിച്ചിറക്കണോ? നിങ്ങൾ കാര്യം എന്താണെന്ന് പറയണം. നിന്റെ അമ്മയുടെ സംബന്ധ കാര്യം. ആരുടെ അമ്മയ്ക്കാടാ സംബന്ധം ആലോചിക്കണ്ടേ? നിങ്ങൾ വണ്ടിക്കകത്ത് കയറിയിരിക്കേ, അകത്തേറിയിരിക്കാൻ നമ്മൾ പറഞ്ഞേ. അവിടെ നനങ്ങി പോയല്ലേ? ഉമ്മാന്റെ മുലപ്പാൽ കുടിച്ച് ഏതെങ്കിലും കുടിച്ചു പറ്റിയുണ്ടേ? വാടാ, ഹൽബിൽ താകത്തുണ്ണി വണ്ടി മേലും തൊട്ടു നോക്ക്. നിന്റെ എല്ലാം മയ്യത്തി നമ്മൾ എടുക്കും. ഉള്ള ഹിമാറുകള് എന്ത് പറഞ്ഞാ പറ്റി? നമ്മളും കൂടെ വീട് വരെ വരാം. വേണ്ട മൈ, നീ എന്നെ കാലിൽ നിറങ്ങാൻ സമ്മതിക്കാത്തതിൽ മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമം. നമ്മളൊക്കെ ഉയരോടെ ഇരിക്കുമ്പോൾ വേണ്ട. നിന്റെ പണ്ടത്തെ കാലമായിരുന്നെങ്കിൽ നിന്നെ ഇറക്കി വിടായിരുന്നു. പക്ഷേ ഇന്ന് നീ ഒരു ജഡ്ജിയാണ്. പബ്ലിക് റോഡ് വെച്ച് റൗഡികളോട് തല്ലുകൂടുന്നത് നിന്റെ അന്തസ്സിന് പറ്റിയതല്ല. എനിക്കിതുപോലെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാവും നീതി നടത്തുന്നവർക്കാ ശത്രുക്കൾ കൂടുതൽ. നീ ചെല്ല്. ഹലോ, റസിയാണ്. ഇന്നലെ എന്തായിരുന്നു പ്രോഗ്രാം? സാറിന് കണ്ടില്ലല്ലോ. റസിയൊക്കെ അറിയാത്ത വല്ല രഹസ്യ പ്രോഗ്രാം എനിക്കുണ്ടോ? നേരിട്ട് കാണുമ്പോ ഞാൻ എല്ലാം പറയാം. കാണാമെന്ന് പറയും. പറയുന്ന സമയത്ത് ഞാൻ കാത്തു നിൽക്കും. പക്ഷേ ആരെ കാണാനാ? ഞാനൊരു ഡോക്ടറാണെന്നുള്ള കാര്യം മറന്നാണ് സംസാരിക്കുന്നത്. കൂടുതൽ ഡോക്ടർ ചമഞ്ഞാലേ ഞാൻ നേരിട്ട് വീട്ടിൽ വരും. അയ്യോ, ഇപ്പൊ വേണ്ട. കല്യാണത്തിന് മുമ്പ് നീ എന്റെ വീട്ടിൽ താമസിക്കാൻ വന്നാലേ നിന്റെ വാപ്പ എന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലാക്കും.
എന്റെ വാപ്പ നിന്റെ വാപ്പായ എടുത്തിട്ട് ഇടിക്കും. ഹലോ ഹലോ, എന്താ സംസാരിക്കാത്തത്? രാവിലെ ടെറാമൈസും കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തില്ലേ? ടെറാമസിനോ? പേഷ്യന്റ് വളരെ സീരിയസ് ആണ്, ഓപ്പറേഷൻ ആവശ്യമുള്ള കേസാണ്. തൽക്കാലം 2 ജലൂസിൽ കൊടുത്താൽ മതി. എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾക്ക് വട്ടാണോ? വട്ടേ നിന്റെ വാപ്പയ്ക്ക. ദേ, എന്റെ വാപ്പയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. ഇടി മണ്ടി, ഞാൻ സംസാരിച്ചല്ലേ എന്റെ വാപ്പ കേട്ടത് കൊണ്ടല്ലേ വാപ്പയെ പറ്റിക്കാൻ ഞാൻ മാറ്റർ മാറ്റിയത്. ആ ശരി, വൈകിട്ട് കാണാം. നമ്മളൊന്നും കേട്ടില്ല മോനെ. വട കയറ്. നമ്മൾ ചന്തയിലേക്കാ പോണത്. അതിനെന്താടെ കയറ്? ജഡ്ജിയെ വേണ്ടി ചന്തയിൽ വരാൻ പാടില്ല. നീ ചന്തയിലെ ജഡ്ജിയല്ലേ? അതല്ലേ നമ്മൾ 2 വില നടക്കുന്നത്. എനിക്ക് കോടതി പോകാൻ സമയമായടാ. പൊയ്ക്കോളി, പക്ഷേ നേരത്തെ വീട്ടിൽ വരണം. ദൂരമുള്ള ഒരു കാര്യം ആലോചിക്കാറുണ്ട്. എന്തോന്നാ? അത് വീട്ടിൽ വന്നിട്ട് പറയാം. വിട്ടോ? ആ ശരി, വണ്ടി വിടെ. മാധവൻ മരപ്രതിമ. എന്താ ഇപ്പൊ ഇങ്ങനെ ആടുന്നത്? രാവിലെ പോലെ ഒരു തുള്ളി കിട്ടിയിട്ടില്ല. ഒരു കുപ്പി കിട്ടിയാൽ ആട്ടം ഞാൻ ഇപ്പൊ നിർത്തി തരാം. അന്തപ്പാ വരുന്നേ. ഒന്നിങ്ങോട്ട് കൊണ്ടുവരാൻ. എടാ വെടക്കോര, ഒന്നിങ്ങോട്ട് കൊണ്ടുവരാൻ. എന്റെ കാല് തന്നെ തുറക്കാം. ആശാനെ, ഇത് കുടി ആശാനെ. ഞാൻ 2 കുപ്പി പിടിപ്പിച്ചു. ഇപ്പൊ അറിഞ്ഞോടാ? ഇല്ല ആശാനെ. ഇതുകൂടി അടി ആശാനെ. എന്താ നീ മാർഗല്ലാരണ്ടാ? എല്ലാവരും നിന്റെ അച്ഛനെ പോലീസ് അടിക്കുന്നു പോകുന്നു. അയ്യോ, എന്റെ അച്ഛനെ മോളെ വിഷമിക്കാതെ. സ്പിരിറ്റ് വെച്ച മന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അയാൾക്ക് വേണ്ടി ഒരിക്കലും ഒരു എയർ കണ്ടീഷൻ മുറി കിടപ്പുണ്ട് അവിടെ. അങ്ങോട്ടാ അച്ഛനെ കൊണ്ടുപോകണത്. 5 ദിവസം ജയിലിൽ കിടന്ന ഏത് നാറിക്കും മന്ത്രിയായിട്ട് പുറത്തു വരാം. അച്ഛനും മന്ത്രിയായിട്ട് പുറത്തു വരും. സ്പിരിറ്റ് മന്ത്രി. ഏലുവാശാനെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഒന്ന് വിട്ടേച്ചു, ഞാൻ നോക്കിക്കോളാം. ഞങ്ങളെ അറസ്റ്റ് ചെയ്യാമെന്ന് എന്ത് ചെയ്യും? എല്ലാം വെള്ളത്തിന് പുറത്താ. വെള്ളം പറഞ്ഞു എന്റെ പൊന്നിയേട്ടാ, എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിക്കണം. നീ പേടിക്കാതെ, നമുക്കൊരു റിക്ഷ വിളിച്ച് കയ്യും കാലും കെട്ടി അതിലിട്ട് വീട്ടിൽ കൊണ്ടുപോവാം. എന്താണ് അവിടെ? ചുമ്മാതാ വീട്ടില് പോയിക്കൊണ്ടിരിക്കണല്ലോ. വരട്ടെ രാജാ. മേലാലും അവൻ ജോലി ചെയ്യുന്ന സമിതിയെ കൊടുക്കില്ലേ? ആ പാവപ്പെട്ട പെണ്ണിനെ കൊടുക്കണം. അത്രേ ഉള്ളൂ. നിനക്ക് ഈ കാര്യം എന്നോട് പറയാൻ ഇത്രയും മുഖവരിയൊന്നും ആവശ്യമില്ലായിരുന്നു. റസിയും ബഷീറും തമ്മിൽ ഇഷ്ടമാണെന്ന് മൊയ്തൊക്കെ പറയുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അപ്പൊ ഇക്കാര്യം നമ്മള് കാതറിനോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ചോദിക്കുന്നതായിരിക്കും. ചേടാ മണ്ടച്ചാരെ, ഞാനും ഖാദറും തമ്മിൽ ബഷീറിനെ കൊണ്ട് റസിയെ കെട്ടിക്കാൻ വളരെ മുമ്പേ തീരുമാനിച്ചതാണ്. അല്ല, അപ്പൊ നിങ്ങളെല്ലാം കൂടി ചേർന്ന് നമ്മളെ മക്കാറാക്കായിരുന്നു. നീ മക്കാറൊന്നും ആകണ്ട. ബഷീറിന്റെ കല്യാണം നടത്തേണ്ട ചുമതല ഞങ്ങൾക്കുള്ളതാണ്. എന്ത് മീന്? കരിമീൻ. എവിടെ നട? കാഞ്ഞിരോട്ട് കായലിൽ കൊട്ടാരക്കര ഹമുക്കിന്റെ പണം പിരിക്കാൻ പോയപ്പോ കായലോരത്തുനിന്ന് മേടിച്ചതാ. ഓ, സുഖായി. മീനിന്റെ കാര്യമൊക്കെ പോട്ടെ, നിങ്ങൾ ആദ്യം കല്യാണത്തിനെ പറ്റി തീരുമാനിക്കേ. ശരിയാ, ഞാനിപ്പോ തന്നെ ഖാദറിനെ ഫോണിൽ വിളിച്ചു തരാം.
നിന്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഞമ്മക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ചമ്പക്കച്ചവടക്കാരന്റെ മോന് DSPന്റെ മോളെ കൊടുക്കുമോ എന്ന് ചോദിക്കണം. ഓ, ഞാൻ പറഞ്ഞ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ നേരിട്ടൊന്ന് ചോദിച്ചോടാ. എഴുന്നേറ്റോ. വാപ്പാ, വാപ്പാ, അല്ലാ, ചായ. രാജനെ വിളിച്ച? ഇല്ല. എന്നാ വിളിക്ക്. ഇതൊക്കെ ഇതാ ചായ. എനിക്ക് ചായ വേണ്ട. എന്താ? നീ ആ വീട്ടിൽ ചായ ഉണ്ടാക്കി അത് ഈ വീട്ടിൽ കൊണ്ടുവന്ന് കുടിക്കേണ്ട യോഗ്യതയൊന്നും എനിക്കില്ല. ഓഹോ, നീയും വാപ്പ ഇതിനകത്തേക്ക് കിടക്കുന്നു വാശി പിടിച്ചാൽ ഞാൻ എന്ത് ചെയ്യാന്? മോനെ, ഈ ഓലപ്പരയില് എന്റെ ഉമ്മാന്റെ പ്രാണൻ നിറഞ്ഞു നിൽക്കുകയാണ്. അതാണ് പുതിയ വീട് വെച്ച് അനക്ക് തന്നിട്ട് നമ്മളിവിടെ കിടക്കുന്നത്. മൊയ്തുക്ക എവിടെ ഉണ്ടോ അവിടെ ഞാനും കാണുവടാ. ചായ കുടിക്കടാ, എനിക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോകണം. മൊയ്തുക്ക, നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഡോക്ടറായ ഇവൻ നമുക്ക് ചായ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അത്ര ശരിയല്ല. നേരാണ്. ഞമ്മക്ക് എല്ലാവർക്കും ചായ ഇട്ട് തരാൻ ഈ വീട്ടിലൊരു പെണ്ണ് വേണം. നമ്മളെക്കാളും വലിയൊരു ചമ്പക്കച്ചവടക്കാരന്റെ മോളെയാണ് നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത്. വാപ്പാ, എന്താണ്? എനിക്ക് കല്യാണം കഴിക്കാൻ നേരമാകുമ്പോ ഞാൻ പറയാം. ഇപ്പൊ കാഴ്ച എന്താണ് തകരാറ്? അതെ, അതിസുന്ദരിയായ പെൺകുട്ടി, ആവശ്യത്തിലേറെ പണം, പ്രത്യേകിച്ച് കോളേജ് കുമാരി. പിന്നെ കെട്ടിയാൽ എന്താ കുഴപ്പം? എന്റെ അമേരിക്കൻ ടൂറൊക്കെ കഴിഞ്ഞിട്ട് മതി എന്റെ കല്യാണം. എന്ത് കല്യാണം കഴിച്ച് അമേരിക്ക കയറ്റില്ലേ? വാപ്പയോട് സംസാരിച്ച് ജയിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എവനീ ഉരുണ്ട് കളിക്കുന്നത് കാണുമ്പോ വേറെ എന്തോ ഒന്ന് മനസ്സിലുള്ളത് പോലെ തോന്നുന്നു. ഒന്ന് പോടാ. നിക്കാ ഉടനെ നടത്തി തന്നെ ആവണം. നമ്മളൊന്ന് വിചാരിച്ച ബെട്ടൊന്ന് കണ്ടും രണ്ട്. എടാ, നീയും വാപ്പ പറഞ്ഞതിന് കൂട്ടു നിൽക്കുകയാണ്. നിന്നാലെന്താ? നീ സ്വപ്നം കാണുന്ന റസിയായെ തന്നെ ആണടാ നിനക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്നത്. നിക്കാ ഉറപ്പിച്ച് ചായ കുടിയും കഴിഞ്ഞു. പക്ഷേങ്കിൽ ദിവസം കുറിച്ചില്ല. മൊയ്തു തന്നെ പറയൂ. നമ്മൾ എഴുത്ത് വായനൊന്നും അറിയാൻ പാടില്ലാത്തല്ലേ, നീ തന്നെ പറ. എന്നാൽ കാവ്യ പറഞ്ഞേക്ക്. സെപ്റ്റംബർ 15 ഒരു നല്ല ദിവസമാണ്. സെപ്റ്റംബർ 15 ചിങ്ങം കഴിഞ്ഞ് കനി കൊടുക്കുന്നതിന് മുമ്പ്. നല്ല ദിവസം. എല്ലാരും കൂടെ ഇരുന്ന് ഇങ്ങനെ കല്യാണ തീയതി നിശ്ചയിച്ചാൽ മാത്രം പോരാ, അതിനു മുമ്പ് നടത്തേണ്ട ഒരു ചടങ്ങുണ്ടല്ലോ. പെങ്ങള് പറഞ്ഞ് ഞമ്മക്ക് ഇവിടെ കിട്ടി. എന്നാ ബഷീറിന്റെ ഉമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ആ ചടങ്ങ് നടത്താൻ പോവാണ്. മോളെ, ഇങ്ങോട്ട് വാ. എഴുന്നേക്കടാ. എണീക്ക് മോനെ. ഈ മോതിരം അങ്ങോട്ടിട്ട്. അൽഹംദുലില്ലാ.
ചേലൊത്ത പുതുമാരനൊരുങ്ങി വന്നേ നാണത്താൽ പുതിയൊന്നിൻ കവിൾ ചുവന്നേ ചേലൊത്ത പുതുമാരനൊരുങ്ങി വന്നേ നാണത്താൽ പുതിയൊന്നിൻ കവിൾ ചുവന്നേ കൽക്കണ്ട കനിയുമായി കൽബു തുറന്ന പുതുമണവാളൻ കൽക്കണ്ട കനിയുമായി കൽബു തുറന്ന പുതുമണവാളൻ ചേലൊത്ത പുതുമാരൻ ഒരുങ്ങി വന്നേ നാണത്താൽ പുതിയൊന്നിൻ കവിൾ ചുവന്നേ റഹ്മത്തും നിനക്കു നേരെ എന്നും പടച്ചവനരുളും മോളെ എല്ലാ റഹ്മത്തും നിനക്ക് നേരെ എന്നും പടച്ചവനരുളും മോളെ എല്ലാ സുബർക്കവും നിനക്കു വേണ്ടി എന്നും പടച്ചവൻ തുറക്കും മോളെ എല്ലാ സുബർക്കവും നിനക്കു വേണ്ടി എന്നും പടച്ചവൻ തുറക്കും മോളെ പുതുമാരനൊരുങ്ങി വന്നേ താണത്താൽ പുതിയൊന്നിൻ കവിൾ ചുവന്നേ ചേലത്ത പുതുമാരനൊരുങ്ങി വന്നേ താണത്താൽ പുതിയൊന്നിൻ കവിൾ ചുവന്നേ കൽക്കണ്ട കനിയുമായി കൽബു തുറന്ന പുതുമണവാളത്ത പുതുമാരനൊരുങ്ങി വന്നേ താണത്താൽ പുതിയൊന്നിൻ കവിൾ ചുവന്നേ കനകണ്ട താനകണ്ട താനകണ്ടിന്നേ കനകണ്ട താനകണ്ട താനകണ്ടിന്നേ കനകണ്ട താനകണ്ട താനകണ്ടിന്നേ കനകണ്ട താനകണ്ട താനകണ്ടിന്നേ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ മുഖംമൂടിയാകാൻ ധൈര്യപ്പെട്ടുകൊണ്ടാണ് ജലകന്യയുടെ മാനേജിംഗ് പാർട്ണർ സ്ഥാനം ഞാൻ ഏറ്റെടുത്തത്. നിങ്ങൾക്ക് വേണ്ടി പാർട്ണർ ബേബിയെ വരെ ഞാൻ കൊന്നു. നിയമത്തിന്റെ മുന്നിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു.
പക്ഷേ എന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിക്കാഹാണ് ഇപ്പോൾ നിങ്ങൾ നടത്താൻ പോകുന്നത്. അത് നടക്കില്ല. എന്നെ മനസ്സിലാക്കാതെയാണ് സെബാസ്റ്റ്യൻ സംസാരിക്കുന്നത്. സമ്മതിച്ചു. പക്ഷേ ഇത്രയും തന്ത്രശാലിയായ അങ്ങ് എന്നെ കൊലമരത്തിൽ കയറ്റാൻ വരെ തയ്യാറായ ഡോക്ടർ ബഷീറിനല്ലേ അങ്ങയുടെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കാൻ പോകുന്നത്? എല്ലാം ഒരു നാടകമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ലാതെ പോയി. വേലി വിളവെന്ന പോലെയാണ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നുകൊണ്ട് പണമുണ്ടാക്കാൻ വേണ്ടി എന്തു ചെയ്യുന്നത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിനക്കൊരു അപകടവും സംഭവിക്കില്ല. നീ എന്റെ ശക്തിയും ഞാൻ നിന്റെ ബുദ്ധിയുമാണെന്ന് മറക്കരുത്. മനസ്സിലായില്ല. എല്ലാവരും പണത്തെയാണ് സൂക്ഷിക്കുന്നത്. ഞാൻ പണത്തിന്റെ പിന്നിലുള്ള രഹസ്യങ്ങളെയാണ് സൂക്ഷിക്കുന്നത്. സെബാസ്റ്റ്യൻ, നീ എന്റെ സാഹചര്യം മനസ്സിലാക്കണം. ജസ്റ്റിസ് ദേവരാജനെ പിണക്കിയാൽ എനിക്ക് എന്റെ ലക്ഷ്യത്തിലെത്താൻ കഴിയുകയില്ല. ആരെയും പിണക്കാതെ തന്നെ എല്ലാം നടക്കണം. പ്രത്യേകിച്ചും ഡോക്ടർ ബഷീറിനെയും ഡോക്ടർ ജോണിനെയും ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ധൈര്യമില്ലെങ്കിൽ പറയൂ. ആ കാര്യം ഞാൻ ഏറ്റു. ബഷീർ, എന്ത് പറ്റി ഡോക്ടർ? എനിക്ക് വല്ലാതെ നെഞ്ചുവേദനിക്കുന്നു. ഞാൻ വീട്ടിലേക്ക് പോകുകയാണ്. എല്ലാം ബഷീർ നോക്കിക്കൊള്ളണം. ശരി ഡോക്ടർ. പോയവനെ കാണുന്നില്ലല്ലോ. അല്പസമയം കൂടെ നോക്കാം. എന്തായി? അങ്ങ് പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ബഷീർ സീനിയർ പോസ്റ്റിന് ആഗ്രഹിക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഇതിൽ കവിഞ്ഞൊരു അവസരം വേറെയില്ല. ഞാൻ ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ഓയസ്. ഇത് ജോൺ ഡോക്ടറുടെ വീട്ടിൽ നിന്നാ. ഡോക്ടർക്ക് ഭയങ്കര നെഞ്ചുവേദന. എന്താ? ഡോക്ടർക്ക് സീരിയസ് ആണെന്നോ? ഞാൻ ഉടനെ വരുന്നു. ഡോക്ടർ, ഡോക്ടർ, ഗോപാല, ഞാനല്ല. ഒന്നും പറയണ്ട. ഞാൻ ഇപ്പൊ തന്നെ പോലീസിന് പോകും. ഹലോ. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഞാൻ ഡോക്ടർ ജോൺ സാറിന്റെ വീട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. ജോൺ സാറിനെ കുത്തിക്കൊന്നു. ഡോക്ടർ ബഷീർ. ഡോക്ടർ ബഷീർ? അതെ സാർ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അതെ അതെ സാർ, ആൾ ഇവിടെ തന്നെ ഉണ്ട്.